മുണ്ടക്കെ ചുരൽമല പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പ് നിർമ്മാണത്തിന് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 78.73 ഹെക്ടർ ഭൂമി സർക്കാർ ഏറ്റെടുത്തു. 26 കോടി രൂപ ഹൈക്കോടതിയിൽ കെട്ടിവെച്ചാണ് ഔദ്യോഗിക ഏറ്റെടുക്കൽ. മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺഷിപ്പിന് തറക്കല്ലിടും. വയനാട് എം പി പ്രിയങ്ക ഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കും. പുനരധിവാസ ടൗൺഷിപ്പിലെ ഒന്നാം ഘട്ട ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ട 242 പേരും സമ്മതപത്രം കൈമാറി. ഭൂമി ഏറ്റെടുക്കാൻ ഹൈക്കോടതി അനുമതി ലഭിച്ചതോടെയാണ് നടപടികൾ വേഗത്തിലായത്. 26 കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചതോടെ ഔദ്യോഗികമായി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കൽ പൂർത്തിയായി. 27-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവിടെ ആരംഭിക്കാൻ പോകുന്ന എൽസ്റ്റോണിൽ ആരംഭിക്കാൻ പോകുന്ന ടൗൺഷിപ്പിന് ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിക്കും എന്നുള്ളതാണ്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ കുടിയൊഴിയേണ്ടി വരുന്ന എസ്റ്റേറ്റിലെ കുടുംബങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതിയെ നിലപാട് അറിയിക്കുമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ. PF തുക, മറ്റുള്ള തുക എന്തൊക്കെയാണ്, മറ്റുള്ള ലൈബിലിറ്റീസ് എന്തൊക്കെയാണ്, അത് നമ്മൾ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊടുക്കുന്ന പൈസയിൽ ഈ എമൗണ്ടും മൈനസ് ആക്കി ഇത് നേരിട്ട് തൊഴിലാളികൾക്കും മറ്റുള്ളതും ഓണർസിനും കൊടുക്കണം എന്ന ഒരു റിക്വസ്റ്റ് നമ്മൾ കോടതിനെ പറഞ്ഞിട്ടുണ്ട്. മറ്റന്നാൾ വൈകിട്ടാണ് തറക്കല്ലിടൽ നടക്കുന്നത്. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി MP ചടങ്ങിൽ പങ്കെടുക്കും. ഹൈക്കോടതിയുടെ അന്തിമ അനുമതി ലഭിച്ചാൽ വീടുകളുടെ നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി വ്യക്തമാക്കുന്നത്. 24 വയനാട്.